വർക്കല ഗണേശോത്സവം ട്രസ്റ്റിന്റെ കീഴിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ജീവകാരുണ്യ സംഘടനകളെയും വ്യാപാര സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് ഗണേശോത്സവം വിപുലമായി ആചരിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ചിങ്ങമാസം 19-ന് വർക്കലയിലെ വിവിധ ഭാഗങ്ങളിൽ 25ഓളം ഗണേശ വിഗ്രഹങ്ങളാണ് സ്ഥാപിക്കുവാൻ തീരുമാനമായത്. 27-ന് വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി തിരുവനന്തപുരം ശംഖുമുഖം കടപ്പുറത്ത് നിമജ്ജനം ചെയ്യും. ഇത്തവണ ഉത്സവത്തിന് നമ്മുടെ വയനാടിൻ്റെ ബേസിസിൽ നമുക്ക് ഉത്സവം വളരെ ആഘോഷമായി നടത്താൻ പറ്റില്ല എങ്കിൽ പോലും ആചാരത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുത്തൻചന്തയിലാണ് മിഴിതുറക്കൽ ചടങ്ങ് നടത്തുന്നത്. അതിനുശേഷം 12-ാം തീയതി വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഘോഷയാത്ര ശംഖുമുഖത്ത് ആറാട്ടുകടവിൽ അവസാനിപ്പിക്കും. ആ ഒരു ഘോഷയാത്രയിൽ തീർത്തും ഭയങ്കര ഒരു മോടിയോട് ആയിരിക്കില്ല, എന്നാലും നമ്മുടെ ഗണേശോത്സവത്തിന് എന്താണോ പ്രതിനിധീകരിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു ഘോഷയാത്ര എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തവണ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് കൂടുതൽ ജനകീയമായി, ഇതൊരു ക്ഷേത്ര പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആചാരത്തിന് പകരം നമ്മൾ കുറച്ചുകൂടെ ജനകീയമായി മറ്റ് കാര്യങ്ങളിലും കൂടി ഉൾപ്പെട്ട് വിപുലമായ രീതിയിൽ ഇത്തവണ ഏകദേശം 25ഓളം വിഗ്രഹങ്ങളാണ് വർക്കലയിലും പരിസര പ്രദേശത്തും ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്നത്. വർക്കലയിൽ ഗണേശോത്സവത്തിന്റെ പേരിൽ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും അനധികൃതമായും ഭീഷണിപ്പെടുത്തിയും പിരിവുകൾ നടക്കുന്നു എന്ന് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്കൊരുങ്ങുകയാണെന്ന് ഗണേശോത്സവ ട്രസ്റ്റ് ഭാരവാഹികൾ വർക്കലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഗണേശ ഭഗവാന്റെ പേര് പറഞ്ഞ് ഗണേശോത്സവ സമയത്ത് ഈ നാട്ടിൽ എല്ലായിടം പ്രത്യേകിച്ച് വർക്കലയിലും ആവശ്യം പോലെ പിരിവുകൾ അനധികൃതമായി കള്ളനാണയങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു അറുതി വരുത്തുന്നതിനും കൂടി നമ്മുടെ ഈ ഒരു ട്രസ്റ്റിൻ്റെ പ്രവർത്തനവും ഈ ഗണേശോത്സവം ഏകീകരിച്ച് ഒരു ജനകീയമാക്കി നടത്താനുള്ളൊരു തീരുമാനം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് നമ്മുടെ വ്യാപാരി വ്യവസായികളും മറ്റുള്ള സംഘടനകളെ എല്ലാവരെയും നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മുടെ ഉദ്ദേശങ്ങൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം പൂർണ്ണ സഹകരണത്തിലാണ്. അപ്പോൾ ഇനി മാക്സിമം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ജനകീയമാണ്. എപ്പോഴും നമുക്കറിയാം ഈ ഗണേശോത്സവം ആരംഭിച്ചത് തന്നെ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചത് തന്നെ ഒരു വലിയൊരു ജനകീയമായൊരു കൂട്ടായ്മ, ജാതി മത രാഷ്ട്രീയത്തിന് ഉപരി ഒരു സംഘടനയായിട്ട് രൂപീകരിച്ച് അങ്ങനെ വളരെ വിപുലമായി നടത്തുന്ന ഒരു സംഭവമാണ് ഗണേശോത്സവം. അത് നമ്മുടെ കേരളത്തിലും തുടർന്ന് നടന്നു വരികയാണ്. അത് വർക്കലയിൽ നമുക്ക് വളരെ വിപുലമായ നല്ലൊരു കൂട്ടത്തോടെ നല്ല ആത്മാർത്ഥമായ ആൾക്കാരുമായിട്ട് സഹകരിച്ച് കൂട്ടത്തോടെ നടത്താനുള്ളൊരു ഉദ്ദേശമാണ് നമ്മുടെ ഗണേശോത്സവ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്. ട്രസ്റ്റ് ചെയർമാൻ ഗിരിരാജ് ആർ, പ്രസിഡന്റ് വിജയകുമാർ, സെക്രട്ടറി വർക്കല ദേവകുമാർ, ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരത് ഭൂഷൺ, വർക്കല.